ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കടയിലേക്കുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസമായിരുന്നു, നമുക്ക് കുറച്ച് ബേക്കറി ഒക്കെ വരുന്ന ദിവസമായിരുന്നേ. അപ്പോൾ നമ്മൾ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിട്ട് എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ലഡു നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലഡു ഇത് നമ്മൾ എടുത്തേക്കുന്നത് മഞ്ഞ ലഡുവാണ്. ഇതേപോലെ ഇനി പച്ച ലഡു, ചുമന്ന ലഡു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ ആയിട്ട് എടുത്തു വയ്ക്കാം കേട്ടോ. ഇനി സെക്കൻഡ് നമ്മുടെ ക്യാരറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ. ക്യാരറ്റ് കേക്ക് നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ചായയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതങ്ങനെ പീസായിട്ട് മുറിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കഷ്ണം എടുത്ത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് വെച്ചാലോ. അടുത്ത ഐറ്റമാണ് കേട്ടോ, കോക്കനട്ടിൻ്റെ ബണ്ണ്. നല്ലതല്ലേ? ഇത്തിരി മധുരമൊക്കെ ചേർന്നിട്ടുള്ള, സാധാ നമ്മുടെ ബണ്ണിനേക്കാളും ഇത്തിരിയും കൂടെയൊക്കെ മധുരമൊക്കെ ചേർന്നിട്ട് തേങ്ങയുടെ ഒക്കെ ഐറ്റംസ് കൂടുതൽ വെച്ചിട്ട് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഗ്ലാസ് ചായയും ഇത് ഒരെണ്ണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞ് നമുക്കൊന്ന് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം അല്ലേ. അതങ്ങനെ അവിടെ വെച്ചു. നെക്സ്റ്റ് നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന പീസ് കേക്കും അതുപോലെ വാനിലയുടെ ഒരു ഷെയ്ഡ് വരുന്ന പീസ് കേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം അല്ലേ. അടുത്തത് നമ്മുടെ പക്കാവടയൊക്കെയാണ് കേട്ടോ. ഇത്രയും ഏറ്റവും മധുരമൊക്കെയുള്ള കാണിച്ചപ്പോഴേ നമ്മുടെ ഷുഗർ ഉള്ളവരെയും കൂടി ഒന്ന് പരിഗണിക്കണമല്ലോ. അതുകൊണ്ടിട്ടാട്ടോ നോക്കി അടിപൊളി പക്കാവടയും അതുപോലെ മിച്ചറും ചിപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഷുഗറുകാർക്ക് ഒക്കെ കഴിക്കാൻ പാകത്തിനുള്ള, മധുരമൊന്നും ഇല്ലാത്ത, എന്നാൽ അത്യാവശ്യം കറുമുറൊക്കെ വെച്ച് ചായക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇവിടെയൊക്കെ വയ്ക്കാം കേട്ടോ. നമ്മുടെ അടുത്തൊരു ഐറ്റമാണ് കേട്ടോ, കോക്കനട്ടിൻ്റെ ഇത് കണ്ടോ. കോക്കനട്ടിൻ്റെ ബണ്ണ് പോലെ തന്നെ, അല്ല സോറി, കോക്കനട്ടിൻ്റെ ബോളില്ലേ അതേപോലെ തന്നെയുള്ള മറ്റൊരു ഐറ്റമാണ് കേട്ടോ. കോക്കനട്ട് വെച്ചിട്ടുള്ള കോക്കനട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. കണ്ടോ, 10 രൂപ ഒരെണ്ണത്തിന്. അടിപൊളിയായിട്ടുണ്ട്. നല്ല നമുക്ക് അത്യാവശ്യം പല്ലൊക്കെ ഉള്ളവരാണെങ്കിലേ കടിച്ച് മുറിച്ച് കറുമുറാന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഐറ്റമാണ്. ഇത്തിരി മധുരവും അങ്ങനെയൊക്കെ വെച്ചിരുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതെന്താ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വയ്ക്കാം അല്ലേ. ഫൈനലി നമ്മുടെ അടുത്ത ഐറ്റമാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ളതാണ്, നമ്മുടെ കുഞ്ഞു മകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മിസ് ജെല്ലി. നമ്മൾ സാധാ ഇതിന് മുമ്പ് നമ്മൾ ചെറിയ ജെല്ലിയാണ് കേട്ടോ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ഒരു പിങ്ക് കളറിലെ ജസ്റ്റ് ജെല്ലിയാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ മിസ്സാണ് കേട്ടോ. മിസ് ജെല്ലിയാണ്. ഇതിനകത്ത് മാസയുണ്ട്, അതുപോലെ ഫിസ് ഉണ്ട്, പിന്നെ പൈനാപ്പിളിൻ്റെ ഉണ്ട്, ഫ്രൂട്ടിയുടെ ഉണ്ട്, കച്ച എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അങ്ങനെ പല ഐറ്റംസിൻ്റെയൊക്കെ ആയിട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിതാ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒന്ന് വയ്ക്കാവേ. ഫ്രണ്ടിൽ തന്നെ ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കടയിലേക്ക് വന്നേക്കുന്ന ചെറിയ ഐറ്റംസൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് തരണം, കമൻറ്റ് തരണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ, സീ യു.